വിശുദ്ധ ഖുർആനിലെ 105 അധ്യായമായ സൂറത്തുൽ ഫീലിലൂടെ അള്ളാഹു ലോകത്തിന് വിവരിച്ചു തന്ന അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ട്. നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടന്നത്. യമനിലെ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് വിശുദ്ധ കഅബാലയം തകർക്കാൻ വമ്പിച്ചൊരു ആനപ്പടയുമായി മക്കയിലേക്ക് തിരിച്ചു. മഹ്മൂദ് എന്നു പേരുള്ള ഭീമാകാരനായ ആനയായിരുന്നു ആ സൈന്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. കഅബയുടെ മുറ്റത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയെന്നോണം ആനകൾ മുന്നോട്ടു നീങ്ങാൻ വിസമ്മതിച്ചു. ആ നിമിഷം അങ്ങു ദൂരെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ പോലെ പക്ഷിക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഖുർആൻ അവയെ അബാബീൽ എന്ന് വിളിക്കുന്നു. അവയുടെ ചുണ്ടുകളിലും കാൽനഖങ്ങളിലും സിജ്ജീൽ എന്നറിയപ്പെടുന്ന ചുട്ടുപഴുത്ത ചെറിയ കല്ലുകളുണ്ടായിരുന്നു. ആ പക്ഷികൾ അബ്രഹത്തിന്റെ സൈന്യത്തിനുമേൽ കല്ലുകൾ വർഷിച്ചു. ആനപ്പടയുടെ വലിപ്പവും ശക്തിയും ആ കൊച്ചുപക്ഷികൾക്ക് മുന്നിൽ ഒന്നുമല്ലാതായി. പുഴുക്കൾ കാർന്നുതിന്ന ഉണങ്ങിയ വൈക്കോൽ തുമ്പുകളെപ്പോലെ ആ സൈന്യം നിലംപരിശായി. അള്ളാഹു തന്റെ പരിശുദ്ധമായ കഅബയെ സംരക്ഷിച്ചു. ചരിത്രത്തിൽ ആ വർഷം ആമുൽ ഫീൽ അഥവാ ആനവർഷം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു.